السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. فقد قال النبي صلى الله عليه وسلم: لا تقوم الساعة حتى تكلم السباع الإنس، أو كما قال رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അള്ളാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരേക്കും അള്ളാഹു നമുക്കെല്ലാം നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്താകുന്ന സൂറത്തുൻ നൂറിന്റെ 30-ാമത്തെ ആയത്താണ് പാരായണം ചെയ്യപ്പെട്ടത്. വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള, എന്നല്ല മുഴുവൻ വിശ്വാസികളും അതിഗൗരവത്തിൽ കാണേണ്ടുന്ന, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹു ഇതിൽ സൂചിപ്പിക്കുന്നത്. കുൽ നബിയെ അങ്ങ് പറയണം, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറയണം, സത്യവിശ്വാസികളോട് പറയണം. ഈ ആയത്തിന്റെ തൊട്ട് താഴെയുള്ള ആയത്തിൽ മുഅ്മിനാത്ത് എന്നും പ്രതിപാദിക്കുന്നുണ്ട്. സത്യവിശ്വാസിനികളോടും പറയണം അങ്ങ്. യഉദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. എല്ലാ വിശ്വാസികളും അവരുടെ കണ്ണുകളെ സൂക്ഷിക്കുവാൻ, ദൃഷ്ടിയെ താഴേക്ക് പതിപ്പിക്കുവാൻ പരിശ്രമിക്കണം എന്ന് അള്ളാഹു പറയുകയാണ്. യഖുദ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ സൂക്ഷിക്കണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യഭാഗങ്ങളെ സംരക്ഷിക്കുകയും വേണം. ദാലിക അസ്കാ ലഹും, അത് ഏറ്റവും പരിശുദ്ധമായ കാര്യമാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നമ്മുടെ അവയവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ്, കാല്, കയ്യ്, മൂക്ക്, നാക്ക്, ഇത്തരം അവയവങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ
സോഷ്യൽ മീഡിയയുടെ പിറകിലാണ്. കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിച്ച് ആശയവിനിമയ മേഖലയിൽ മനുഷ്യൻ വിപ്ലവം സൃഷ്ടിച്ചതുപോലെ വേറൊരു മേഖലയിലും മനുഷ്യൻ വിപ്ലവം സൃഷ്ടിച്ചിട്ടില്ല. അവിടെ പരിശോധിച്ചാലും മനസ്സിലാകും. പാർപ്പിടം ഉദാഹരണത്തിന്, അഥവാ കൺസ്ട്രക്ഷൻ മേഖലയിലെ മനുഷ്യർ ഇത്രത്തോളം വിപ്ലവമൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഒരുപാട് ബിൽഡിങ്ങുകൾ, അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നിർമ്മിച്ച ബിൽഡിങ്ങുകൾ, കൺസ്ട്രക്ഷൻ മേഖലകൾ, ആശയവിനിമയ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരിക്കലും മനുഷ്യൻ പുരോഗതി പ്രാപിച്ചിട്ടില്ല. പഴയകാല പൂർവ്വ കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതം കൂറും. എങ്ങനെ നിർമ്മിച്ചു? ലാൽക്കില പോലെ, താജ്മഹൽ പോലെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അമ്പരപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത്? ഇതിന്റെ ശില്പി, ഇതിന്റെ ശൈലി നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ട്രാൻസ്പോർട്ടേഷൻ മേഖല. ചക്രം, മനുഷ്യനെ ഒരു സ്ഥലത്ത് നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വാഹനം. ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യന്റെ വലിയ മിടുക്കാണ്, കഴിവാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഫ്ലൈറ്റ് കണ്ടെത്തിയത്. അതിനുശേഷം വലിയ പുരോഗതിയൊന്നും ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല, പുരോഗതി പ്രാപിച്ചിട്ടില്ല. ഇപ്പോ 2 മാസം മുമ്പ് നെതർലാൻഡിൽ പരീക്ഷിച്ചറിഞ്ഞ ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു നിർമ്മിതി, അതാണ് അവസാനം കണ്ടുപിടിച്ച് പരീക്ഷിച്ച് വിജയിച്ചു. നിമിഷങ്ങൾക്കകം തന്നെ ഒരു മനുഷ്യൻ അടുത്തൊരു സ്ഥലത്തേക്ക് ചെറിയൊരു ക്യാപ്സ്യൂളിലാക്കിക്കൊണ്ട്, ഒരു കുഴലിനുള്ളിൽ പ്രവേശിപ്പിച്ച് ക്യാപ്സ്യൂളിലാക്കിക്കൊണ്ട് വളരെ വേഗത തന്നെ എത്തിക്കുന്ന ഒരു വാഹനം അത് കണ്ടെത്തിയിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഈ മേഖലയിലൊന്നും മനുഷ്യൻ വിപ്ലവകരമായിട്ടുള്ള ഒരു പുരോഗതി പ്രാപിച്ചിട്ടില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ച ഒരു മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ മേഖല. ആശയവിനിമയ രംഗത്ത് ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ വിവരം കൈമാറുന്നത് ഒരു വ്യക്തിയെ പഠിപ്പിച്ച് മനഃപ്പാഠമാക്കി എറണാകുളത്തേക്ക് ഒരു സന്ദേശം എത്തിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയെ അത് പഠിപ്പിച്ച് മനഃപ്പാഠമാക്കി അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും. വിശുദ്ധ ഖുർആനൊക്കെ ആ നിലയിലാണല്ലോ ഇറങ്ങിയത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനഃപ്പാഠമാക്കി കൊടുക്കുകയായിരുന്നു. ഇതിന്റെ ആദ്യ കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ആദ്യ കാലഘട്ടമൊക്കെ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം മനുഷ്യൻ തോലിലും കല്ലിലുമൊക്കെ എഴുതാൻ തുടങ്ങി. പേപ്പറുകൾ സംജാതമായി, പ്രിന്റിംഗ് പ്രസ്സുകൾ സംജാതമായി. അതിനുശേഷം മനുഷ്യൻ ഹ്യൂമൻ മെസ്സഞ്ചർ, ഒരു യാത്ര ചെയ്തുകൊണ്ട് മെസ്സേജ് എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചു. അതുപോലെ തന്നെ ഈ പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജുകൾ, സന്ദേശങ്ങൾ എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. പിന്നീട് ടെലിഫോണ്, ടെലിഗ്രാം, അതുപോലെ ടെലിവിഷൻ, റേഡിയോ, ഒരുപാട് പുരോഗതി പ്രാപിച്ചു. അപ്പൊ ആശയവിനിമയ രംഗത്ത് മനുഷ്യൻ പുരോഗതി, വിപ്ലവകരമായിട്ടുള്ള നേട്ടമാണ് കൊയ്തിട്ടുള്ളത്. മറ്റൊരു മേഖലയിലും ഇത്രത്തോളം കൊയ്തിട്ടില്ല. ഇപ്പൊ AI സംവിധാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ലാ തഖൂമുസ്സാഅ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന അല്ലാഹുവിൽ സത്യം, ലാ തഖൂമുസ്സാഅത്തു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ തുകല്ലിമസ്സിബാഉൽ ഇൻസ്, വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം എത്തുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം സംജാതമാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. റസൂൽ അവിടെ നിർത്തിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ തുകല്ലിമു അദ്ബത സൗതിഹി വശിറാക നഅലിഹി, ഒരു മനുഷ്യൻ തന്റെ ചെരുപ്പിന്റെ വാറിനോട് സംസാരിക്കുന്നത് വരെ, തന്റെ ചാട്ടവാറിന്റെ അറ്റത്തോട് സംസാരിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. എന്താ റസൂലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ അവസാനം പഠിപ്പിക്കുകയാണ്, വതുഖ്ബിറുഹു ഫഖ്ദുഹു ബിമാ അഹദസ അഹ്ലഹു മിൻ ബഅദ്, അവൻ വീട്ടിലില്ലാത്ത സമയത്ത് അവന്റെ വീട്ടിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അവന്റെ തുട അവനോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം എത്തുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ അഭാവത്തിൽ വീട്ടിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി വ്യക്തമായി സ്വന്തം തുട അവന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടം സംജാതമാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അല്ല, മനുഷ്യൻ അത്യാധുനിക സംവിധാനങ്ങൾ കണ്ടെത്തി, നൂതന സംവിധാനങ്ങൾ, മനുഷ്യൻ ഒരുപാട് പുരോഗതി പ്രാപിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഇത് വലിയ അനുഗ്രഹമാണ് അല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണ്, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം വലിയ അനുഗ്രഹം തന്നെയാണ്, അനുഗ്രഹമല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ പരീക്ഷണമാണ്, അനുഗ്രഹത്തെക്കാൾ കൂടുതൽ പരീക്ഷണമാണ്. സ്വന്തം കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. പഴയ കാലത്ത് ഒരു വയസ്സാകുമ്പോൾ, ഒരു 60 വയസ്സ് 63 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ കുറെ ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് മനുഷ്യൻ അമലുകളുമായി ബന്ധപ്പെടും. കുറച്ച് ഖുർആൻ ഓതും, കുറച്ച് ദിക്റുകൾ ചൊല്ലും. ഇന്ന് പ്രായമായവരുടെ കാര്യം തന്നെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് ഇങ്ങനെ നീക്കി സമയം പോകുന്ന അറിയൂല അല്ലേ. യൂട്യൂബ് നീക്കി, ഫേസ്ബുക്ക് നീക്കി, മനുഷ്യന്റെ ജീവിതം സോഷ്യൽ മീഡിയ കാർന്ന് തിന്നുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ മനുഷ്യന് എത്തിപ്പെടാനും പുരോഗതി പ്രാപിക്കാനും സാധിച്ചിട്ടുള്ളത്. മനുഷ്യൻ അതിന് അഡിക്റ്റായി പോയിരിക്കുകയാണ്. പ്രായഭേദമന്യേ എല്ലാവരും അതിന് അഡിക്റ്റായി പോയിരിക്കുകയാണ്. സ്വന്തമായിട്ട് നമ്മളൊന്ന് വിചാരണ ചെയ്താൽ മതി. റസൂൽ പഠിപ്പിച്ചല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് വിചാരണയ്ക്ക് വിധേയമാകണം. സ്വന്തമായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച കാര്യം, അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് അവയവങ്ങൾ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ, വാട്സപ്പ്, ഫേസ്ബുക്ക്, മറ്റിതര സോഷ്യൽ സംവിധാനങ്ങളുടെ ഉപയോഗത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു അവയവം അവന്റെ കണ്ണാണ്. കണ്ണ് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയണം, കണ്ണിനെ സംരക്ഷിക്കണം. കേട്ടോ, കണ്ണിനെ സംരക്ഷിക്കണം. ഒരു വല്ലാത്ത കാലഘട്ടം സംജാതമാകും. മനുഷ്യരുടെ ജീവിതമെല്ലാം സോഷ്യൽ മീഡിയ കാർന്നു തിന്നുന്നൊരു വർത്തമാന കാലഘട്ടത്തിൽ, അതിനേക്കാൾ പുരോഗതി പ്രാപിക്കുന്ന ഭാവി കാലഘട്ടത്തിൽ കണ്ണിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. യഗ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണിനെ സൂക്ഷിക്കണം. നമ്മളൊരു കാഴ്ച കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കണ്ണെന്ന് പറയുന്നത്, ഒരു മഹാൻ പറഞ്ഞതാണ്, കണ്ണ്, ഹൃദയം എന്നുള്ളത് ഒരു വലിയ ടാങ്കാണ്. ഈ ടാങ്കിലേക്കുള്ള പൈപ്പാണ് കണ്ണ് എന്ന് പറയുന്നത്. കണ്ണിലൂടെ കടത്തിവിടുന്ന കാര്യങ്ങൾ നേരെ എത്തുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതുപോലെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കും. ഒരു കാഴ്ച നമ്മൾ കണ്ടാൽ പിന്നെ കണ്ണുകൊണ്ട് കാണണമെന്നില്ല, വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് അതിനെ നമ്മൾ ചിന്തിക്കും, ഓർത്തെടുക്കാൻ സാധിക്കും. ഹൃദയത്തിൽ പതിയുകയാണ്. ഹൃദയത്തിന്റെ കവാടമാണ് കണ്ണ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. പഴയ കാലഘട്ടങ്ങളിൽ പാപങ്ങൾ ചെയ്യാൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അവന്റെ സമൂഹം, അതുപോലെ തന്നെ ചുറ്റുപാട്, കുടുംബം, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് പാപങ്ങൾ ചെയ്യണമെങ്കിൽ. പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ പാപം ചെയ്യാൻ വലിയ നേരമൊന്നും വേണ്ട. ഈ മൊബൈൽ എടുത്തിട്ട് ഒരു റൂമിനുള്ളിലേക്ക് കയറിയാൽ മതി. അതല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ ഇതൊന്ന് മറച്ചു പിടിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്യാവുന്ന സാഹചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കും. ആ വ്യഭിചാരം എങ്ങനെയാണെന്നറിയുമോ? സിനാഹുമൻ നദറു, ദുഷിച്ച നോട്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ചെറുപ്പക്കാരായിട്ടുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഇതിന് അഡിക്റ്റാണ്. പ്രായമുള്ളവർ അതിനേക്കാൾ അഡിക്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെ, ഏറ്റവും കൂടുതൽ ഇന്ന് മൊബൈൽ ഉപയോഗിക്കും. ഒരു സമയം കഴിഞ്ഞ് മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടാല് വീട്ടിലെ ഹാളിലിരുന്നു കൊണ്ട്, കസേരയിൽ ചാരി ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇതിന്റെ പിന്നിലാണ്. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത്, അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ സമയം പോകുന്ന അറിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ ഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നതാണ്. ആ രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അന്നദുറു, ദുഷിച്ച നോട്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കണ്ണുകൊണ്ടൊരു കാഴ്ച കണ്ട് അത് പോകൂല, മനസ്സിൽ പതിഞ്ഞു കിടക്കും. അതാണ് പറഞ്ഞത്, മനസ്സിന്റെ ഹൃദയത്തിന്റെ കവാടമാണ് കണ്ണ്. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന് ശേഷം
വഹിഷ് ചാട്ടുളി കൊണ്ട് എറിഞ്ഞാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. നമുക്കറിയാവുന്ന സംഭവമാണ്. അതിനുശേഷം അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം കീറി കരള് പുറത്തെടുത്ത് ചവച്ചു തുപ്പിയ സംഭവം നമുക്കറിയാം. ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കാണുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സഫിയ റളിയല്ലാഹു അൻഹ വരുന്ന ഒരു സാഹചര്യമുണ്ട്. കരള് ചവച്ചു തുപ്പിയ ആ ശരീരം, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഒന്ന് കാണണം. റസൂല് തടഞ്ഞു. കാണണ്ട സഫിയ എന്ന് പറഞ്ഞു. കാണണ്ട സഫിയ, കാരണം അതിന്റെ ഇമ്പാക്ട്, അതിന്റെ സ്വാധീനം ചെറുതല്ല. അതുണ്ടാക്കുന്ന നമ്മൾ കൊച്ചു കുട്ടികളെ ആടിനെ മറ്റുമൊക്കെ ഇറക്കുമ്പോൾ ബ്ലഡ് കാണാൻ നമ്മൾ സമ്മതിക്കൂല. കാരണം എന്താ? ഇല്ല, കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ച, ആ കാഴ്ച മറയൂല. അത് ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതുപോലെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കും. അകക്കണ്ണ് നമ്മൾ പിന്നെ മനസ്സുകൊണ്ടാ ചിന്തിക്കുന്നത്. ഒരു മനുഷ്യൻ പാപങ്ങൾ പ്രവർത്തിക്കുമ്പോ അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണുകൊണ്ട് കണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ച് പിന്നീട് പ്രവർത്തനത്തിലൂടെ രൂപാന്തരപ്പെടുകയാണ്, പുറത്തേക്ക് വരികയാണ്. അല്ലേ? ഒരു പെണ്ണിനെ നമ്മൾ കാണുമ്പോഴല്ലേ മോശമായത് പ്രവർത്തിക്കാൻ തോന്നത്തുള്ളൂ. അപ്പൊ ഒരു മനുഷ്യൻ പാപം പ്രവർത്തിക്കുന്നതിൽ ആദ്യ പങ്ക് വഹിക്കുന്നത് കണ്ണെന്ന അവയവമാ. ആ കണ്ണുകൊണ്ട് കണ്ട് ആ ചിത്രം മനസ്സിൽ പതിഞ്ഞ് ശൈത്താൻ പല ചിന്തകൾ ഇട്ട് തരും. അങ്ങനെയാണിത് പ്രവർത്തനത്തിലൂടെ പുറത്തു വരുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുമകനാകുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയെ ലാ തുത്ബിഉൻ നദ്റതൻ നദ്റാ, ലാ തുത്ബിഉൻ നദ്റതൻ നദ്റാ. ഒരു പ്രാവശ്യം ഒരു ഹറാമിലേക്ക് നീ നോക്കിയാൽ ആ ഹറാമിലേക്ക് നോക്കിയത് രണ്ടാമതൊന്നുകൂടി നീ നോക്കാൻ പാടില്ല. ലാ തുത്ബിഉൻ നദ്റതൻ നദ്റാ. ഒരു പ്രാവശ്യം നീ നോക്കി, അത് അറിയാതെ നോക്കിയത്, അപ്പൊ ഇന്നലക്കൽ ഊല, അല്ലാഹു മാപ്പാക്കും. പക്ഷെ വീണ്ടും ഒന്നുകൂടി നീ നോക്കാൻ പാടില്ല. വലൈസലക്കൽ ആഖിറ, പിന്നീട് നോക്കുന്നത് അത് പാപകർമ്മമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ലാ തുത്ബിഉൻ നദ്റതൻ നദ്റാ. കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, ജന്മനാ അന്ധനായിട്ടുള്ള ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ആരോ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, നമുക്കറിയാവുന്ന സംഭവം. ആ റസൂലിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് കണ്ണ് കാണൂല, വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം തരുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വീട്ടിൽ നമസ്കരിച്ചു ഉമ്മു മക്തൂം എന്ന് പറഞ്ഞു. പോയ ഉമ്മു മക്തൂമിനെ തിരിച്ചു വിളിച്ചിട്ട് പ്രവാചകൻ ചോദിച്ചു, ഉമ്മു മക്തൂം ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാങ്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ചു വന്ന് നീ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം എന്ന് റസൂല് ജന്മന അന്ധനായിട്ടുള്ള ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ഈ അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിന്റെ അരികിലേക്ക് വരികയാ. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരായിട്ടുള്ള ഉമ്മ സൽമ റളിയല്ലാഹു അൻഹയും മൈമൂന റളിയല്ലാഹു അൻഹയും നബി തങ്ങളുടെ അരികിൽ നിൽക്കുകയാണ്. നബി തങ്ങളുടെ വലതു ഭാഗത്ത് മൈമൂനയുണ്ട്, നബി തങ്ങളുടെ ഇടതു ഭാഗത്ത് ഉമ്മ സൽമയുണ്ട്. ജന്മന അന്ധനായിട്ടുള്ള ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂനാനോടും ഉമ്മ സൽമയോടും പറഞ്ഞു, മാറ്, വീട്ടിനുള്ളിലേക്ക് കയറ്, ഇനി ഇവിടെ നിൽക്കരുത്, വീട്ടിനുള്ളിലേക്ക് കയറ്. മൈമൂന റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അന്ധനല്ലേ അദ്ദേഹത്തിന് ഞങ്ങളെ കണ്ടുകൂടായല്ലോ? റസൂൽ തിരിച്ചു ചോദിച്ചത്, ഉമ്മു മക്തൂം അന്ധനാണെങ്കിലും നിങ്ങൾ അന്ധരല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സൽമയോടും മൈമൂന റളിയല്ലാഹു അൻഹയോടും ചില പെണ്ണുങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണൽ മാത്രമാണ് ഹറാമെന്ന. ഒരിക്കലും അല്ല. പെണ്ണുങ്ങൾക്ക് അന്യ പുരുഷന്മാരെ കാണലും ഹറാമാണ്. ചില ആളുകൾ ഇപ്പൊ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? ചില ആൾക്കാർ ചോദിക്കും, ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, തുറന്നു പറയുന്നതിൽ മടിയൊന്നും കരുതണ്ടായല്ലോ, ചില ഉദ്യോഗസ്ഥരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, ഉസ്താദുമാർ ഏത് ലോകത്താ ജീവിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഖുർആൻ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം തനിച്ചതല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മാത്രം ഇറങ്ങിയതാണോ ഖുർആൻ? ഒരിക്കലുമല്ല. അങ്ങനെ വിശ്വസിച്ച അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, വിശുദ്ധ ഇസ്ലാമിന് പുറത്തു പോകും. വിശുദ്ധ ഇസ്ലാമിന് പുറത്തു പോകും. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യം അതിൽ പറയുന്നത്.
യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയെ കാണാൻ പാടില്ല, ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനെ കാണാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന. ചില ആൾക്കാർ ചോദിക്കുന്ന അങ്ങനെ, ഇത് ഏത് കാലഘട്ടത്തിലാണ് ഉസ്താദ് ജീവിക്കുന്നത്? അത് ഖുർആൻ പണ്ട് പറഞ്ഞതല്ലേ? ഒരിക്കലും അല്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ പറയുന്ന കാര്യമാ, അന്യ പുരുഷൻ അന്യ സ്ത്രീ. അതാ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതല്ല, അതുത്ബിഉൻ നദറതൻ നദറ. ഒരു ഹറാമിലേക്ക് ഒരു പ്രാവശ്യം നീ നോക്കിയത്, അറിയാതെ നോക്കിയതാ, രണ്ടാമതൊന്നുകൂടി നീ നോക്കാൻ പാടില്ല. രണ്ടാമതൊന്നുകൂടി നോക്കാൻ പാടില്ല. നമ്മൾ അറിയാതെ നോക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞു വന്ന സോഷ്യൽ മീഡിയയുടെ വിഷയമാ. പ്രായഭേദമന്യേ മനുഷ്യരെല്ലാം ഇന്ന് അതിന്റെ പിന്നാലെയാ. എത്ര സമയമാണെന്നറിയാമോ ഈ സോഷ്യൽ മീഡിയ മനുഷ്യന്റെ ജീവിതത്തെയും ആയുസ്സിനെയും കാർന്നു തിന്നുന്നത്? നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഇത് മൊബൈൽ അടക്കി വെക്കുന്നത് ചിലപ്പോൾ കണ്ണിരുണ്ട് വരുമ്പോഴായിരിക്കും. അതല്ലെങ്കിൽ ഇത് തലവേദന എടുക്കുമ്പോൾ മൊബൈൽ മാറ്റി വെക്കും, തലവേദന മാറുമ്പോൾ വീണ്ടും മൊബൈൽ എടുക്കും, അല്ലെ കണ്ണിലെ ഇരുട്ട് മാറുമ്പോൾ വീണ്ടും മൊബൈൽ എടുക്കും. അപ്പൊ മനുഷ്യന്റെ ആയുസ്സിനെയും ജീവിതത്തെയും മരണത്തോട് അടുത്തിരിക്കുന്ന 63 65 വയസ്സുള്ള പ്രായഭേദമന്യ മുഴുവൻ മനുഷ്യരിന്ന് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു പുരോഗതിയാണ് കമ്മ്യൂണിക്കേഷൻ മേഖല, ആശയവിനിമയ രംഗത്ത് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്, കണ്ണിനെ സൂക്ഷിക്കണം, സമയങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല. നിഅമതാനി മഖ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് കാര്യങ്ങളിൽ മനുഷ്യരെല്ലാം വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവ് സമയവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര സമയം ഇതിന്റെ പിന്നാലെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വീഡിയോ കണ്ട് എത്ര മണിക്കൂർ കളയുന്നുണ്ട്. ഒരു തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല, 2 റക്അത്ത് ഒളു എടുത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്ന. ഒരു ദിവസം ഒന്ന് വിചാരണ ചെയ്താൽ മതി, ഒരൊറ്റ ദിവസം നമ്മൾ വിചാരണ ചെയ്യുക, എത്ര മണിക്കൂർ ഇതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചു, എത്ര മണിക്കൂർ ഇതിനു വേണ്ടി നാം ചെലവഴിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനൊരു പാപം ചെയ്യും, ഒരു മനുഷ്യനൊരു ഹറാമ് കാണും, അവൻ വലിയ ഗൗരവമൊന്നും അതിൽ ചിന്തിക്കില്ല, വലിയ ഗൗരവം കൊടുക്കില്ല, പക്ഷെ അത് കാരണമായിട്ട് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് ആപതിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കണ്ണിനെ സൂക്ഷിക്കണം. അതാ ഇവിടെ സൂറത്ത് നൂറിൽ അല്ലാഹു പറയുന്നത്, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ സൂക്ഷിക്കണം കേട്ടോ, കണ്ണിനെ സൂക്ഷിക്കണം. ആഖിറത്തില് നമ്മുടെ നാവ് സംസാരിക്കൂല. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ആരാ സംസാരിക്കുന്നത്? അവയവങ്ങളാ സംസാരിക്കുന്നത്. ഖുർആൻ വെറുതെ പറയുന്നതല്ലല്ലോ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന മഹിശറ എന്ന പടച്ചവന്റെ ദർബാറിൽ സമക്ഷത്തിൽ എല്ലാ മനുഷ്യരുടെയും നാവുകളെ സീലുവെക്കുന്നതാണ്, അവന്റെ കൈകൾ സംസാരിക്കുന്നതാണ്, അവന്റെ അവയവങ്ങൾ സംസാരിക്കുന്നതാണ്, അവന്റെ കണ്ണുകളും ഇതര അവയവങ്ങളെല്ലാം തുറന്ന് കൃത്യമായി പാപങ്ങൾ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായിട്ട് പറയുന്നത്, വതശഹദു അർജുലുഹും, അവന്റെ കാലുകൾ അവൻ എതിരെ വാദപ്രതിവാദം നടത്തും. എന്നെ കൊണ്ട് ഹറാമിലൂടെ നടത്തിച്ച, എന്നെ കൊണ്ട് ഹറാമ് കാണിച്ച, എന്നെ കൊണ്ട് ഹറാമ് പ്രവർത്തിപ്പിച്ച എന്ന് അവയവങ്ങൾ അവൻ എതിരെ വാദപ്രതിവാദം നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ യഗുദ്ദൂ മിൻ അബ്സാരിഹിം, നമ്മളെ എന്തിനാ ഈ ആവശ്യമില്ലാതെ അന്യ സ്ത്രീകളുടെ കുശലം അന്വേഷിക്കാൻ നടക്കുന്നത്? നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനെ കണ്ട് അന്യ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ വെറുതെ വിട്ട് അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ. അവരെ കണ്ട് അവരുടെ കുശലം ചോദിച്ച് വീട്ടിൽ എന്തുണ്ട് വിശേഷം, ഭർത്താവ് എവിടെയാണ്, മക്കൾ എത്ര ഉണ്ട്, അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി അത്രത്തോളം ഗൗരവമുള്ളൊരു സാഹചര്യം എത്തിയാൽ തസവ്വുഫും തഖ്വയും മുറുകെ പിടിച്ചുകൊണ്ട് സംസാരിക്കാം. തസവ്വുഫും തഖ്വയും അഥവാ ആത്മീയതയും സൂക്ഷ്മതയും മുറുകെ പിടിച്ചുകൊണ്ട് സംസാരിക്കാം. വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന അധ്യാപനമാ. അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ റസൂൽ പറഞ്ഞത് എന്താ? മൈമൂനയും ഉമ്മു സൽമയും മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം, ഹറാമുകൾ പ്രവർത്തിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, സമയങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല. ഈ 2 കാര്യങ്ങളെയും കാർന്ന് തിന്നുന്ന ഒരു മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ മേഖല എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളെയും ഇന്ന് സ്മാർട്ട് ഫോണുകൾ, നമ്മുടെ കയ്യിലുള്ള ഫേസ്ബുക്കുകളും അതുപോലെ തന്നെ യൂട്യൂബുകളും എല്ലാം മനുഷ്യന്റെ ഈ ആയുസ്സിനെയും ജീവിതത്തെയും കാർന്നു തിന്നുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, നിങ്ങൾ വഴികളിൽ ഇരിക്കും, വഴികളിൽ പരമാവധി ഇരിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. വഴികളിലുണ്ടല്ലോ, വഴികളിൽ പരമാവധി ഇരിക്കും. കാരണം ഈ കമന്റൊക്കെ അടിക്കുന്നത് അന്യ സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. വഴിയിലുള്ള ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ തന്നെ വഴി മേഖലകളിലൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നു. അപ്പൊ വഴിയിലുള്ള ഹക്കിനെ പൂർത്തിയാക്കണം, വെറുതെ അവിടെ പോയി ഇരിക്കാൻ പാടില്ല. സഹാബത്ത് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്. കുശലമൊക്കെ പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിന് വല്ല തെറ്റുണ്ടോ എന്ന് സഹാബത്ത് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൈദാ അബൈതും ഇല്ലൽ മജ്ലിസി അഅതു ഹഖ്ഖ തരീഖ്, ഇനി ഇരുന്നേ പറ്റൂ എങ്കിൽ ആ വഴിയോടുള്ള ഹക്ക് നിങ്ങൾ പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴികളോടുള്ള ഹക്ക് പാലിക്കണം. എന്നിട്ട് റസൂല് പഠിപ്പിക്കുകയാണ്, വഴിയോടുള്ള ഹക്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അബ്ദുൽ ബസർ, കണ്ണിനെ താഴ്ത്തലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമ് കാണാൻ പാടില്ല, ഹറാമ് കാണാൻ പാടില്ല. അതിനെ ആരൊക്കെ വാദിച്ചാലും, ഉസ്താദ് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും ഹറാമാണ്, അത് പറയാൻ യാതൊരു മടിയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അലിയിനോട് പറഞ്ഞതാ, ഒരു വട്ടം നീ അന്യ സ്ത്രീയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അള്ളാഹു മാപ്പാക്കും, വീണ്ടും ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് ഹറാമാണ്, അതിന് ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ട് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് പോലും സഫിയ റളിയല്ലാഹു അൻഹയെ കാണിക്കാൻ സമ്മതിക്കാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കും, വിശുദ്ധ ഇസ്ലാം എന്താ ഇപ്പൊ ആത്മീയ വടം കൊണ്ട് ഇങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണോ? ചില ആളുകൾ ചോദിക്കും. ഒന്നുമില്ല സഹോദരങ്ങളെ, ഈ പാപങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ ഇസ്ലാം 100% അനുസരിച്ച് ജീവിച്ചാൽ ഒരു പീഡനവും ലോകത്ത് സംഭവിക്കൂല. വിശുദ്ധ ഇസ്ലാം 100% വിശുദ്ധ റസൂല് പഠിപ്പിക്കുന്ന അതേ മാർഗത്തിലൂടെ ജീവിച്ചാൽ ബലാത്സംഗങ്ങളൊന്നും ഉണ്ടാകൂല, റേപ്പ് കേസുകളൊന്നും ഉണ്ടാകൂല. വിശുദ്ധ ഇസ്ലാം വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, സ്ത്രീകൾ നിക്കാബിടണം, ഔറത്ത് മറയ്ക്കണം, അവരുടെ ശബ്ദങ്ങൾ താഴ്ത്തണം, വീടിനുള്ളിൽ കഴിഞ്ഞുകൂടണം, അത്യാവശ്യ മേഖലകളിൽ സാഹചര്യങ്ങളിൽ മാത്രം പുറത്തേക്ക് വരണം, ഭർത്താക്കന്മാരുടെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. പൂർണ്ണ ഭർത്താവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം ഭാര്യ കഴിയേണ്ടത്. ഇന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്ന എന്തിന്റെ പേരില്ല? നമുക്ക് സൂക്ഷ്മതയില്ല. നമ്മൾ രാവിലെ കച്ചവടം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിറങ്ങും, വൈകിട്ട് പോയി കയറി എവിടെ അന്വേഷിക്കുന്നു? ഭാര്യമാരോടുള്ള ഹക്ക് പാലിക്കാതെ വരുമ്പോൾ അവര് നമ്മളോടുള്ള ഹക്ക് പാലിക്കാതെ വരും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കണ്ണിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. കണ്ണിനെ സൂക്ഷിക്കൽ അന്തസ് കൂട്ടുന്ന കാര്യമാണ്. അന്തസ് കൂട്ടും, നമ്മുടെ ജീവിതത്തിൽ അന്തസ്സുണ്ടാകും, അല്ലാഹു നമുക്ക് പുരോഗതി നൽകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അൻയദുറു ഇലാ വജ്ഹിക വൽ ജുലൂസു മഅക, എന്റെ ജീവിതത്തിന്റെ സദാസമയം അങ്ങയോടൊപ്പം ഇരിക്കലാണ് എനിക്കിഷ്ടം. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ കൂട്ടത്തിൽ വേണം എന്നതാണ് എനിക്കിഷ്ടം. അങ്ങയുടെ തിരുവചനത്തിലേക്ക് സദാ നോക്കലാണ് എനിക്കിഷ്ടം. സഹാബത്ത് നന്മയിലേക്ക് മാത്രം നോക്കി തിന്മ കാണൂല. അഥവാ തിന്മ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പശ്ചാത്തപിക്കും. എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ റസൂലിന്റെ മുഖത്തേക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കും, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, ഹദീസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടുപ്പത്തിലൊരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഹറാമ് കാണുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഓരോ സഹോദരങ്ങളും ശ്രദ്ധിക്കണം. ഹറാമ് കാണുന്ന അതിൽ ലവലേശം ഗൗരവം കണക്കാക്കാത്ത മുതിർന്നവരായിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കണം. അല്ലെ, ചിലർക്ക് ഇത് തമാശയായിട്ടൊക്കെ തോന്നും. വിശുദ്ധ ഖുർആൻ പറയുന്ന നമുക്ക് മടി കാണിക്കണ്ടായാലും, വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ അടുത്തൊരു സമയത്ത് ഒരാൾ വന്നിട്ട്, ഉസ്താദ് മുഖമക്കനെ ഇടാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? മുഖമക്കനെ ഇടണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാണാം, കുല്ലി അസ്വാജിക വബനാതിക യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, മുഖമക്കനെ ഇടണമെന്ന് ജിൽബാബ്, മുഖമക്കനെ എന്ന അർത്ഥം. അപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്ന അതേ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കാതെ വരുമ്പോഴേ ലോകത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നത്, അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇല്ല, മനുഷ്യനെ അല്ലാഹു പാപത്തിലേക്ക് ചായുന്ന നിലയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് പാപങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത്.
നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുമ്പോൾ, സ്കൂളിലേക്ക് വിടുമ്പോൾ മാന്യമായ വസ്ത്രധാരണത്തിൽ വിടാൻ കഴിയണം. ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവയവങ്ങൾ കാണുന്ന തരത്തിൽ, തൊലി നിറം കാണുന്ന തരത്തിലുള്ള വസ്ത്രധാരണം നടത്തിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നിടത്തോട്ട് ഭാര്യയെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അതല്ലാതെ വരുമ്പോൾ വിഷമിക്കേണ്ട അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മാർഗത്തിലൂടെ അങ്ങ് സഞ്ചരിച്ചാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് കാണുന്ന ഹറാം ഹൃദയത്തിൽ പതിയും. തുഅറദുൽ ഖുലൂബ് തുഅറദുൽ ഫിത്നതു അലൽ ഖുലൂബി കഹസീരിൻ ഊദൻ ഊദാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു ഹറാം കണ്ടിട്ടുണ്ടെങ്കിൽ പായ പോലെ, പായകളുടെ ഇരകൾ പോലെ അവന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആ പാപം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ആ ചിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് ഞാൻ എവിടെയാണോ എത്തിയ സ്ഥലത്ത് ഞാൻ വന്നു ചേർന്നു. ആ യാത്രയിൽ എത്ര സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ത്രീകളിൽ എത്ര പേരുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. മനസ്സിലില്ല എങ്കിൽ മനസ്സിലാക്കിക്കുക, അൽഹംദുലില്ലാഹ് നമ്മുടെ നോട്ടത്തെ നമ്മൾ സൂക്ഷിച്ചു. ഇവിടെ വന്നിട്ടും ആ യാത്രയിൽ കണ്ട ചില സ്ത്രീകളുടെ മുഖം കാണുന്നുണ്ടെങ്കിൽ കണ്ണിന് നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്ന അർത്ഥം. ഒരു വിശദീകരണത്തിന് വിധേയമാക്കാതെ അള്ളാഹു പഠിപ്പിക്കുക, കണ്ണിനെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല, ആഖിറത്തിൽ അള്ളാഹു പിടിച്ചോളും. ദുനിയാവിലെ താൽക്കാലികമായ ജീവിതമാണല്ലോ. കണ്ണിനെ സൂക്ഷിച്ചില്ലയോ നീ പറയേണ്ട കാര്യമില്ല, നിന്റെ കണ്ണ് തന്നെ പറഞ്ഞോളും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട പാഠം, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന സാഹചര്യം, വർത്തമാന കാലഘട്ടം ഒന്നും ചില്ലറയല്ല. വലിയ അപകടങ്ങൾ വരാനുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു ഹറാം കണ്ടിട്ടുണ്ടെങ്കിൽ നഖത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി പതിയുന്നതാണ്. അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി പതിയും. ആ പുള്ളി അധികരിച്ച് കറുത്ത കരിക്കട്ട പോലെ, ചാരം പോലെ ആയി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൽകൂസി മിജ്ഹിയ, തകർന്ന് വീഴുന്ന ഒരു കെട്ടിടം പോലെ, തകർന്ന് പൊളിഞ്ഞ് വീഴാറായിരിക്കുന്ന ഒരു കെട്ടിടം പോലെ അവന്റെ ഹൃദയം തകർന്നു പോകും എന്ന് റസൂലുള്ളാഹി. ലാ യഅരിഫു മഅറൂഫാ വലാ യൻകിറു മുൻകറാ. പിന്നെ ഒരു നന്മയും നന്മയായിട്ട് മനസ്സിലാകൂല, പിന്നെ ഒരു തിന്മയും തിന്മയായിട്ട് മനസ്സിലാകൂല. ആ രീതിയിൽ ഹൃദയം കടുത്തു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക. ഇത് ആരാ പഠിപ്പിച്ചു തരുന്നത്? കണ്ണിനെ സൂക്ഷിച്ചേ പറ്റൂ. കണ്ണിനെ സൂക്ഷിച്ചാൽ നബി തങ്ങൾ അവിടെയും പറയുന്നുണ്ട്, അവന്റെ ഹൃദയത്തിൽ വെളുത്ത പുള്ളികൾ പതിയുന്നതാണ്. ആകാശത്തിലുള്ള വെളുത്ത മേഘങ്ങൾ പോലെ അവന്റെ ഹൃദയം വെളുത്തിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണെന്നെല്ലാം പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. അന്യ സ്ത്രീകളെ എവിടെയും പോയി നിങ്ങൾ ഫത്വ എന്ന് ചോദിക്കണ്ട. അന്യ സ്ത്രീകളെ കാണുന്നത് ഹറാമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഹുരിമത്ത് അലൈക്കും എന്ന് പറഞ്ഞ് 8 വരികൾ നീണ്ടു നിൽക്കുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു വെറുതെ വിശദീകരിച്ചതാണോ? കാണാൻ പറ്റുന്ന സ്ത്രീകളെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാ, കാണാൻ പറ്റാത്ത സ്ത്രീകളെ എടുത്തു പറഞ്ഞിരിക്കുക. എനിക്ക് തോന്നുന്നു അള്ളാഹു മറ്റു കാര്യങ്ങളൊന്നും ഇതുപോലെ വിശദീകരിച്ച് കാണത്തില്ല. മറ്റു കാര്യങ്ങളൊന്നും ഈ സൂറത്തിൽ അള്ളാഹു ഇതുപോലെ വിശദീകരിച്ച് കാണത്തില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ കാണാം, ആരെയൊക്കെ കാണാൻ പാടില്ല, ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടുമല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അത്യാവശ്യം നറൂറത്തൻ, അതാ അറബിയിൽ പറയുന്നത്. അത്യാവശ്യ ഒരു സാഹചര്യം വന്നാൽ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. തസവൂഫും തഖ്വയും. സൂക്ഷ്മത മുറുകെ പിടിച്ചുകൊണ്ട്, ആത്മീയത മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് വേണേലും നിങ്ങൾക്ക് സംസാരിക്കുക, യാതൊരു കുഴപ്പവുമില്ല. വിശുദ്ധ ഇസ്ലാം ലളിതമാണ്, അതിസമ്പൂർണമാണ്. നമ്മുടെ വിജയത്തിന് വേണ്ടി റസൂല് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വിജയത്തിന് വേണ്ടി, ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് വേണ്ടി റസൂല് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അവയവങ്ങളെ പരിപൂർണമായി സൂക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചില ആളുകൾ, പഴയ ആളുകളൊക്കെ ഖുർആൻ ഓതുക, നമസ്കരിക്കുക, അമല് ചെയ്യുക, സ്വതക്കകൾ കൊടുക്കുക. പക്ഷെ ഇന്നിപ്പോ എല്ലാം മൊബൈലിന്റെ പിറകില. പ്രായഭേദമന്യേ എല്ലാവരും ചാരി ഇരുന്നു കൊണ്ട് മണിക്കൂറോളമാണ് ഇതിങ്ങനെ. നീ അറിയൂല
ഇങ്ങനെ നീക്കി എത്ര സമയം അപ്പാടെ മരണത്തോട് അടുത്തിരിക്കുന്ന നിമിഷമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് 2 ദുആ വസിയത്തുകൾ ഉള്ളത്. പ്രശസ്ത പണ്ഡിതനായിരുന്ന 3 പതിറ്റാണ്ടോളം എറണാകുളം ജാമിഅ ഹസനിയ മദ്രസയിലെ മുദരിസായിരുന്ന ആയിരക്കണക്കിന് ആലിമുകളെ വാർത്തെടുത്ത ഒരു ഉസ്താദാണ് തൃക്കളത്തൂർ അഷ്റഫ് ബാക്കവി ഉസ്താദ്. 2 ദിവസം മുമ്പ് ഉസ്താദ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ അറിവുകളെല്ലാം ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന സദഖ ജാരിയയാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹ്ബത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പാലക്കാട് നമ്മളൊക്കെ അറിഞ്ഞല്ലോ, 4 പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പഠിച്ച് കളിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിഷ, സിഫ ഫാത്തിമ, ഇർഫാൻ, അഷർ, നിദ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള 4 പെൺകുട്ടികൾ. അള്ളാഹു പെട്ടെന്നുള്ള ദുരന്തത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നിഅമൽ ബദൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ചാലയിലുള്ള തിരുവാങ്കോട് അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉമ്മ ആയിഷ ബീവി 98 വയസ്സായിരുന്നു. 11 മക്കളാണ് അവർക്ക്. ഈ അടുത്ത സമയത്ത് 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക ജീവിതം മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ, സാലിഹീങ്ങളോടൊപ്പം ആക്കി തീർക്കുമാറാകട്ടെ. ആ ഉമ്മയ്ക്ക് വേണ്ടി എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സൗഭാഗ്യവാന്മാരായിട്ടുള്ള മക്കളിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ചാലയിലുള്ള മാലിക് സാഹിബിന്റെ ഉമ്മ കുൽസം ബീവി 63 വയസ്സ് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിർ ലഹാ വറഹ്മഹ. അള്ളാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ വസിയത്ത്, മണക്കാട്ട് താമസിക്കുന്ന ഷംസുദ്ദീൻ സാഹിബ്. 2 മക്കളാണ് അദ്ദേഹത്തിന്. 2 മക്കൾക്കും സുഖമില്ലാതെ ചികിത്സയിൽ ട്രീറ്റ്മെന്റിലാണ്. ഒരു മകന് കാര്യമായ ജന്മനാ ഒരുപാട് വൈകല്യങ്ങൾ സംഭവിച്ച് പ്രശ്നത്തിലാണ്. ഒരു മാസം 40,000 രൂപ വരുന്ന മരുന്നൊക്കെ കൊടുത്ത് ചികിത്സയിലായിരിക്കും. അദ്ദേഹത്തിന് 2 ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ കഴിഞ്ഞു. ഇതിനിടയിൽ ഭാര്യ RCCയിലെ പേഷ്യന്റ് ആയി തീരുകയും ചെയ്തു. അള്ളാഹു മുഴുവൻ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആളുകൾ ഈ ദുആ ഇപ്പൊ 5 ദുആകൾ ഞാനിവിടെ വായിച്ചു. ഈ ദുആകൾ നമുക്ക് നൽകുന്നത് നമ്മൾ ഹദീസും ഖുർആനും ഒക്കെ പറഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു ദുആയാണ്. ഇത് മറയില്ലാതെ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇവിടിരിക്കുന്ന പ്രായഭേദം മുഴുവൻ വിശ്വാസികളും ഒരുമിച്ച് റബ്ബിനോട് ചോദിക്കുന്ന ഒരു തേട്ടത്തെ അള്ളാഹു തട്ടിക്കളയൂല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം മിൻബറിന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ഖുർആനും ഒക്കെ പാരായണം ചെയ്തതിന് ശേഷമുള്ള ഈ ദുആ അള്ളാഹു തട്ടിക്കളയൂല. അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പരിപൂർണമായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളുടെ ചികിത്സ എത്രയും പെട്ടെന്ന് പൂർണ്ണമാക്കി തീർക്കുമാറാകട്ടെ. ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെ സിഹത്തോടെ സലാമത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെയും ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ ധാരാളം ആളുകൾ രോഗങ്ങളായി കഴിയുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.